സർ, ജമ്മു കാശ്മീർ പോലീസിൻ്റെ മുൻ ഡയറക്ടറായിട്ടുള്ള ജനറൽ കുൽദീപ് ഖോഡ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പാകിസ്ഥാൻ്റെ ISIയുടെ കൂട്ടിലടച്ച തത്തയാകുന്നതിൻ്റെ നിരർത്ഥകത ഈ വിഘടനവാദികൾ മനസ്സിലാക്കി എന്ന് പറയുന്നു. അത് അദ്ദേഹം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ വിഘടനവാദികളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പറ്റം പേർ ഇന്ത്യയുടെ ദേശീയതയിലേക്ക് മാറാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചെത്തുന്നു. അവർ ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിഘടനവാദികൾ ഒന്നടങ്കം വിഘടനവാദം ഉപേക്ഷിച്ച് നമ്മളിലേക്ക് ചേരുന്നു, നമ്മളിൽ ഒരാളായി ചേർന്ന് ജീവിക്കാൻ അവർ താല്പര്യപ്പെടുമെന്നു എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. ഇത് നല്ലൊരു സൂചനയല്ലേ സർ? അതോ എന്തെങ്കിലും അശുഭകരമായിട്ടുള്ള ലക്ഷണങ്ങളോ മറ്റോ ഉണ്ടോ? ഇല്ല, ഇതിൽ അശുഭകരമായ ലക്ഷണങ്ങളൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ വിഘടനവാദികൾ രൂപപ്പെടുന്നതും അവർ വളരുന്നതും ഒക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. അതിനനുഗുണമായ കാലാവസ്ഥയും അതിനനുഗുണമായ സാഹചര്യങ്ങളും ഒക്കെ ലഭിക്കുമ്പോഴാണ് വിഘടന പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നത്. ഒരുപാട് കാരണങ്ങൾ, സാമ്പത്തികമായ കാരണങ്ങളുണ്ട്, മതപരമായ കാരണങ്ങളുണ്ട്, പിന്നെ ആ തരത്തിൽപ്പെട്ട പല കാരണങ്ങളുമുണ്ട്. നിർഭാഗ്യവശാൽ പല ഘടകങ്ങളും കാശ്മീരിൽ നമുക്കെതിരായിട്ട്, നമ്മുടെ ദേശീയതയ്ക്കെതിരായിട്ടാണ് രൂപപ്പെട്ടു വന്നത്. നമുക്കറിയാമല്ലോ, കാശ്മീരിനൊരു പ്രത്യേക പദവി രാജ്യത്തുണ്ടായിരുന്നു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറിയത്. പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നല്ലോ ചരിത്രം. അങ്ങനെയാണല്ലോ വിഭജന സമയത്ത്. അതിൽ ആദ്യം എങ്ങും ചേരാതെ നിന്ന കാശ്മീർ ഇന്ത്യയോട് ചേരാൻ തീരുമാനിച്ചപ്പോഴേക്കും പാകിസ്ഥാൻ കയറി ആക്രമിക്കുകയും ഒരു ഭാഗം കൈയടക്കുകയും ഒക്കെ ചെയ്തതാണ് ചരിത്രം. നിർഭാഗ്യവശാൽ അന്ന് തൊട്ട് ഇന്നോളം ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഓഗസ്റ്റ് 14-ാം തീയതിയാണ് ഈ വിഭജനം നടന്ന് പാകിസ്ഥാൻ വേർപെട്ടു പോയത്. പാകിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് ഓഗസ്റ്റ് 14-ാം തീയതിയില്ലേ ആചരിക്കുന്നത്? അതെ, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് വിഭജന സ്മൃതി ഉണർത്തുന്ന ദിനമായിട്ട് അത് ആചരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇതിലേക്ക് നമ്മുടെ ദേശീയധാരയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി കാശ്മീരികൾക്ക്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ പ്രത്യേക പദവി തന്നെ അതിന് സഹായകരമായ വിധത്തിലായിരുന്നു. കാരണം അവിടെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് അവിടെ ഭൂമി സ്വന്തമാക്കാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ അവിടെ വ്യവസായങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുകയില്ല, അതിന് സമ്മതിക്കുകയില്ല. ഇങ്ങനെയുള്ള ഇതിലൂടെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ഇതിങ്ങനെ ക്രമേണ തുടർച്ചയായി നിൽക്കുമ്പോൾ ആ ഒറ്റപ്പെടലിന് പൊരുത്തപ്പെട്ടു പോകാൻ ആളുകളുണ്ടാകും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ മതപരമായ കാരണങ്ങൾ അതിനകത്ത് ചേർത്ത് അതിനെ വല്ലാതെ ആളിക്കത്തിക്കുകയും ചെയ്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ സംഭവവികാസങ്ങളിൽ തീവ്രവാദികളായി രൂപപ്പെടുന്നത് തൊഴിലില്ലായ്മ ഒരു വലിയ ഘടകമാണ്. ജോലി കിട്ടാതെ നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ആധിക്യം ഒരു ഘടകമാണ്. ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടുമാണ് ഇത് രൂപപ്പെട്ടു വന്നത്, തീവ്രവാദികൾ എന്ന് പറയുന്നത്. അത് പിന്നെ അവർക്ക് സ്വയം ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി, ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തി, തീവ്രവാദികളെ കണ്ടെത്താനുള്ള ഓപ്പറേഷൻസ് നടത്തി, തീവ്രവാദികൾ സഹായം നൽകുന്നവരെ കണ്ടെത്താനുള്ള വിവിധ സംഘടനകൾ ഇതിനകത്ത് രൂപപ്പെടുകയും ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ ഉണ്ടല്ലോ, ഹുറിയത്ത് കോൺഫറൻസ് ഉണ്ട്, പിന്നെ ജമ്മു കാശ്മീർ മാസ് മൂവ്മെൻറ്റ്, ഇങ്ങനെ നിരവധി സംഘടനകൾ അവിടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ധാര അല്ലെങ്കിൽ ഒരു ധാരണ ഇന്ത്യയോടൊപ്പം ആയിരുന്നെങ്കിൽ ഒരു ന്യൂനപക്ഷമാണ്. പക്ഷേ ആ ന്യൂനപക്ഷത്തിന് ജനങ്ങളെ വല്ലാതെ സ്വാധീനിക്കാൻ കഴിയുന്നത് ഈ ഏറ്റുമുട്ടലിൽ ആരെങ്കിലും മരിക്കുമ്പോഴൊക്കെ അതൊക്കെ വളരെ പലരോട് ബന്ധപ്പെടുത്തി പറയുകയും ഒക്കെ ചെയ്ത് ക്രമേണയാണ് രൂപപ്പെട്ടു വന്നത്. എന്തായാലും ഇങ്ങനെ അതിന് ഒരു മാനസാന്തരം വരുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നതെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഓർക്കുന്നത് ഈ ചമ്പൽക്കാടുകളിലെ കൊള്ളക്കാരെ, പണ്ട് ജയപ്രകാശ് ചമ്പൽക്കാടുകളിലെ കൊള്ളക്കാരെന്ന് പറയുന്നത് മധ്യപ്രദേശിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ അതിലൂടെ ട്രെയിൻ പോലും പോകാത്തൊരു കാലം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ട്രെയിൻ പിടിച്ചു നിർത്തി കൊള്ളക്കാർ ഇരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ചമ്പൽക്കാടുകളിൽ. അത് അവർ വലിയ ഒരു കൊള്ളക്കാരുടെ അവർക്ക് ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. കാരണം അവർ ഈ കൊള്ളക്കാർ പിടിച്ചെടുക്കുന്ന ഒത്തിരി സാധനങ്ങൾ ജനങ്ങളുടെ ഗ്രാമങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് ഒരുതരം നക്സലൈറ്റുകാരല്ല അവരെ. പക്ഷേ ചമ്പൽക്കാടുകളിലെ കൊള്ളക്കാർ വലിയൊരു വിഭാഗമുണ്ട്. ഒരു കാലത്ത് നമ്മുടെ സുരക്ഷിതത്വത്തിന് ആ ഭാഗത്തെ വലിയൊരു പ്രശ്നമാണ്. അത് ജയപ്രകാശ് നാരായണനാണ് പ്രഭാവതി ദേവി, അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടി ചേർന്നാണ് ഈ ചമ്പൽക്കാടുകളിലെ കൊള്ളക്കാരെ മാനസാന്തരപ്പെടുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ആ കൊള്ളക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഇല്ലാതായി. ഇവരെ മുഴുവൻ മാനസാന്തരപ്പെടുത്തി ഒരു തീവ്രമായ വർക്കിലൂടെ, തീവ്രമായ പ്രവർത്തനത്തിലൂടെ ചെയ്ത ഒരു സംഭവം. ഇതൊന്നും വേണ്ട വിധത്തിൽ പ്രഘോഷിക്കപ്പെടുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ജയപ്രകാശ് നാരായണനായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. അങ്ങനെ ഒരു സംഭവം നടന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഇപ്പോൾ മിലിറ്ററി ഓപ്പറേഷൻസിന് അപ്പുറം നിന്നുകൊണ്ട് അത് ഒരു ഘടകമാണ്. സർക്കാർ എനിക്ക് തോന്നുന്നു ഈ 320-ാം വകുപ്പ്
എടുത്ത് കളഞ്ഞ് ഇത് ചെയ്തപ്പോൾ തന്നെ അതിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാകുന്ന ഒരു തോന്നൽ ആ ജനങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് വേണം നമ്മൾ കരുതാൻ. സാർ, ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് സംസാരിക്കട്ടെ. അതിൽ എനിക്കൊരു സംശയമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഇതുവരെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പരമായിട്ടുള്ള ചിന്തകളിലേക്ക് നയിക്കുമെന്നുള്ളത്. അത് ഇതുവരെ ആ ഒരു ഭൂപ്രദേശം സ്വന്തമാക്കി ഭരിച്ചിരുന്ന ഒരു ആളുകളുണ്ട്. അവർ അവിടെ ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒന്നും മുതിരാതിരുന്നത് പോലും അത് സ്വന്തമാക്കി വെച്ചുകൊണ്ട് പല താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്തിരുന്നത് കൊണ്ടല്ലേ ഇപ്പോൾ ഈ പറയുന്ന 370 റദ്ദാക്കിയതിന് ശേഷമാണ് ഈ ഒരു മാറ്റം പോലും വരുന്നത്. ഇനിയിപ്പോൾ സംസ്ഥാന പദവിയിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മുന്നേ ഭരിച്ചിരുന്ന പലരും, മുന്നത്തെ സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് അവിടെ മുതിർന്നിട്ടില്ല. അത് അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൂടെ? തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നു. കാരണം ഷെയ്ഖ് അബ്ദുള്ളയെ പിന്നെ വിഘടന പ്രവർത്തനത്തിൻ്റെ പേരിൽ ജയിലിൽ അടച്ചിരുന്നു നെഹ്റു. ഷെയ്ഖ് അബ്ദുള്ളയുടെ പുത്രനായിരുന്നു ഫറൂഖ് അബ്ദുള്ളയുടെ പുത്രനാണ് ഒമർ അബ്ദുള്ള. ഇവർ കോടീശ്വരന്മാരാണ് എന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അവർ സമ്പാദിച്ചിരിക്കുന്നു. ഈ ഭരണം രാജാവിനെ പോലെ കാശ്മീർ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണെന്നുള്ളതാണ് സത്യം. അത് അവരുടെ അപ്പീസിങ് ചേർന്നും എതിർത്തും ഇതിന് എതിരായി നമ്മുടെ നേരത്തെ ഇരുന്ന് നെഹ്റു ഗവൺമെൻറ് തന്നെയാണ് ഷെയ്ഖ് അബ്ദുള്ളയെ ജയിലിൽ അടച്ചിരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് രാജ്യത്തിന് അല്ലെങ്കിൽ ഒരുപാട് സഹായങ്ങൾ കാശ്മീരിന് ലഭിച്ചിരുന്നത് സ്വന്തമാക്കിയ ഒരു കുടുംബമാണിതെന്ന് വലിയ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ വസ്തുതകളുമുണ്ട്. കാരണം ഇവർ ഉണ്ടാക്കിയെടുത്ത ഭീമമായ സമ്പത്ത് എന്ന് പറയുന്നത് അവളത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ഇരിക്കുകയും അവരുടെ ഒരു തറവാട്ട് സ്വത്ത് പോലെ ഈ കാശ്മീർ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ആ പാർട്ടി തന്നെ അങ്ങനെയാണ് ഇപ്പോഴും പോകുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ ഘടകമാണ് ഇവിടുത്തെ ഒരു അസ്ഥിരതയ്ക്ക് ഒരു വലിയ ഘടകമാണ്. ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഒരു രീതി എന്ന് പറയുന്നത് അത് തന്നെയാണത്. മറ്റുള്ളവർക്ക് അവിടെ ചെല്ലാനും കഴിയില്ല. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞ ഒരു ഇരുമ്പ് മറയ്ക്കകത്തായിരുന്നു. ഇതൊക്കെ ഈ വിഘടനവാദികളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം ഒരു പിന്നെ കാറ്റിപ്പോൾ അടിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ വിഘടനവാദം എന്ന് പറയുന്നത് തങ്ങൾക്കും തലമുറകൾക്കും ആപത്താണ് ഉണ്ടാക്കുന്നതെന്നും ലോകത്തിലെ സ്വർഗ്ഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ടൂറിസ്റ്റുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നെറുകിൽ നിൽക്കുന്ന ഇതുപോലൊരു പ്രദേശം, സുന്ദരമായ പ്രദേശം എന്ന് പറയുന്നത് ഇങ്ങനെ രക്തരൂക്ഷിതമായ കലാപങ്ങൾ നടത്തി ഇല്ലാതാക്കി കളയേണ്ടതല്ലെന്നുള്ളൊരു തോന്നലുണ്ടാവുകയും അതനുസരിച്ച് ഇങ്ങനെ തിരിച്ചു വരാനുള്ള ഒരു മനോഭാവം കാണിക്കുന്നത് അത് നടക്കും. അതിന് കൃത്യമായൊരു നേതൃത്വവും എന്താ പറയുക അതിനകത്തൊരു ഈ ഇൻവോൾവ്മെൻറ്റും ഉണ്ടായാൽ അത് നടക്കുന്നൊരു കാര്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുമെന്ന് നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം അതിനു വേണ്ടി.